എല്ലാവർക്കും സി എം എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു വികാരമാണ്, എങ്ങനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ. കാരണം ഒരു മുഹബത്താണ് അല്ലേ. ദുന്യാവ് മൊത്തം ത്യജിച്ചിട്ട് റബ്ബുമായിട്ടൊരു ലയനം, അത് വല്ലാത്തൊരു സംഭവമാണല്ലോ. അതുകൊണ്ടല്ലേ മഹാനവറുകൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, ആ രൂപത്തിലാണ് അല്ലേ. അപ്പോൾ ഒരിക്കൽ മഹാനവറുകളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ മോള് പിന്നെ ഒരു ഹൈന്ദവനുമായിട്ട്, ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞതാ, എൻ്റെ ഹൈന്ദവനുമായിട്ട് വല്ലാത്ത പ്രണയത്തിലാണ് അവരിതാക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം പറഞ്ഞു പിന്നെ ആ ശരിയായിക്കോളും മുട്ടൊളി നടന്നു വിട്ടു. പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെയും പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞു, പപ്പ എന്തായാലും ഇവിടെ നിന്നല്ലാതെ രക്ഷയില്ല, എൻ്റെ മോള് വിട്ടുപോകട്ടോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞപ്പം അപ്പോൾ സീം പറഞ്ഞു, എന്നാൽ പിന്നെ അവൻ പോയിക്കോട്ടെ എന്നൊരൊറ്റ ആക്കൽ. പിന്നെ കേൾക്കുന്ന വാർത്ത അവൻ വേറെ വണ്ടീൻ്റെ അടിയിൽ പോയി എന്നുള്ളതാ. കാരണം മോളെ തിരിപ്പിച്ചത് അവനാണ്. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ, അതുകൊണ്ട് സീമൊരു അത് ഒരു മഹാനവറുകളൊക്കെ ഒരു വാക്കാണ്, ആ വാക്കോടെ എല്ലാം ശരിയായി. അവർക്ക് നടപ്പിലാക്കാൻ അവരെ ഹാദ്യമീങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, മലായിക്കങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുക്കുകയാണ്. മുസബ്ബിബുൽ അസ്ബാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആ മഹാന്മാരായിട്ടൊരു തഅല്ലുഖ് നമുക്ക് എപ്പോഴും വേണം. അവർ ഹയാത്തുള്ളവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഏത് ബല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരെക്കുറിച്ച് മരിച്ചു എന്ന് പോലും നിങ്ങൾ എന്താക്കരുത്, പറയരുത്. എന്ന് മാത്രമല്ല ബല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരെന്താണ് അള്ളാഹിൻ്റെ അടുക്കൽ എന്തുള്ളവരാണ്, അള്ളാഹിൻ്റെ അടുക്കൽ ഹയാത്തുള്ളവരാണ്, ജീവിക്കുന്നവരാണ്. വല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ ഭക്ഷണപാനീയങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊരു തഅല്ലുഖ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയാണ് അവരുടെ നോട്ടം, അവരുടെ രീത, അവരുടെ പൊരുത്തമൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയാണ് നമ്മൾ ദുനിയാവിലെ ആഖിറത്തിൽ നമ്മൾ വിജയിക്കും. അല്ലാഹു നമ്മളൊക്കെ വിജയിപ്പിച്ച് തരുമാറാവട്ടെ, സന്തോഷത്തിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്.